ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടാണ്. പൈപ്പ് ഓവറായ ചക്ക, അതുപോലെ പഴഞ്ചക്ക എന്നിവയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡിസേർട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. അത് 2 കപ്പോളം വരും. അതിലേക്ക് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളം ഞാൻ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, പിന്നെ 2 കപ്പ് ചക്കയ്ക്ക് 1 കപ്പ് വെള്ളമാണ് എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലേക്ക് ഇടുമ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ബാക്കിയുള്ള വെള്ളം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ 2 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഈ ഡിസേർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് 3 കപ്പോളം വെള്ളം ചേർക്കണം. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് എടുത്തുകൊണ്ട് ശർക്കരപ്പാനി കൂടി ഉണ്ടാക്കിയെടുക്കണം. ഒരു 2, 3, 4 ശർക്കരയൊക്കെ എടുക്കാം കേട്ടോ, നല്ല മധുരമാണെങ്കിൽ. ഇനി ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് ചേരുവകൾക്ക് റവയും ചക്കയും കൂടി നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് പാകത്തിലുള്ള ഒരു പാനിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് ഞാൻ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനി ഇതിലേക്ക് ഡയറക്റ്റ് അയച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ശർക്കരപ്പാനി എടുത്തിട്ട് അതായത് ഈ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പില്ല എങ്കിൽ ഉപ്പ് ചേർക്കേണ്ടി വരും. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുകി വരേണ്ടവരെ നിന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ നിർത്തരുത്, കാരണം ഇത് അടിയിലിട്ട് കട്ട പിടിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മൾ നന്നായി കുറുകി വരലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഒരു 2-3 ടേബിൾ സ്പൂണിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സമയത്ത് ചേർത്തെടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്തെടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം, കുറച്ചുകൂടി തിക്കായി വരണം ഇതുപോലെ. എന്നിട്ട് ഇത് ഇത്രയും ഒരു പരുവാകുന്ന വരെ നന്നായിട്ട് കുറുക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി ഇതൊരു മൗൾട്ടിലേക്ക് മാറ്റാം കേട്ടോ. കേക്ക് മൗൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിങ്ങാണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റായി കിട്ടും. ഏത് ഷേപ്പാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു ഷേപ്പിന് നമുക്കിത് അത് സെറ്റായി കിട്ടും. നമുക്കിതൊരു 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ തന്നെ നമ്മളത് ഡിസേർട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് വിട്ടൊക്കെ പോരുന്നുണ്ട് കേട്ടോ, നന്നായി തണുത്തിട്ടുമുണ്ട്. ഇതിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഡിസേർട്ട് അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള നമ്മുടെ ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൈപ്പ് ഓവറായ ചക്ക കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ പഴഞ്ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കൊണ്ടു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.